നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മൂവാറ്റുപുഴ കാർഷികോത്സവം 2025 ഭാഗമായി കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ EEC മാർക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന കാർഷികോത്സവം 2025 ഭാഗമായി വിളയിലെ രോഗ കീടനിയന്ത്രണം വിഷയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ്. അതിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ നല്ല നിലയിലുള്ള വിള ലഭിക്കണം, അതിലൂടെ നല്ല ആദായം ഉണ്ടാകണം. കൃഷി ആദായകരമല്ല എന്ന് വന്നിടത്താണ് പുതിയ തലമുറയും കാർഷിക വൃത്തിയിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കണം എന്നുള്ള ഒരു ചിന്ത അനാവശ്യമായി പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ എല്ലാ സമ്മർദ്ദവും കാർഷിക മേഖലയെ ഇന്ന് ഉറ്റുനോക്കുകയാണ്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വേണം നമുക്ക് മുൻപോട്ട് പോകാൻ. KAU അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബെറിൻ പത്രോസ് ക്ലാസ് നയിച്ചു. അപ്പോൾ അതുപോലെ കളനിയന്ത്രണവും പല വിളകളിലും കീടരോഗബാധയെ ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. കൃത്യമായിട്ട് കള നിയന്ത്രിച്ചില്ല എങ്കിൽ വളരെ സാരമായിട്ട് കീടരോഗബാധ നമ്മുടെ വിളയെ ബാധിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബെസ്റ്റിൻ ചേറ്റൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, SNDP യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ, ജനറൽ സെക്രട്ടറി AK അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ജോർജ്, രമ രാമകൃഷ്ണൻ, സിബിൾ സാബു, ADA സാനി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.